പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ പറയുന്നു. ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത്. പാസ്റ്റർ ഷൈജു യോഹന്നാൻ ഫ്രം ട്രിവാൻഡ്രം. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഓക്കെ, ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ കേൾവിക്കാരെ കർത്താവിലേക്ക് അടുക്കുന്നതിന് മുഖാന്തരങ്ങളാക്കി തീർക്കണമേ. ദൈവകരങ്ങൾ വയ്ക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഓക്കെ പാസ്റ്ററെ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസനുള്ളതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. ദൈവത്തിന്റെ നാമം പരിശുദ്ധമായി ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം, ഈ സന്ധ്യയോടടുത്ത സമയം, ജോയ്സ് TV എന്ന അനുഗ്രഹിക്കപ്പെട്ട ചാനലിൽ എളിയവന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ സ്വർഗത്തിൽ ദൈവം ഇത്രത്തോളം നല്ല സാവകാശം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നമേ പ്രിയ ദേവദാസൻ എന്നെ ഫോണിൽ കൂടി ബന്ധപ്പെടുകയും അതിനോടനുബന്ധിച്ച് ദൈവനാമത്തിൽ ഒരുമിച്ചായിരിക്കാം എന്നുള്ള വാക്ക് കൊടുക്കുകയും ഇന്നേ ഈ രാത്രിയിൽ ദൈവം നടത്തിയ നന്മകളും ദൈവം ഇത്രത്തോളം തൻ്റെ ബലമുള്ള കരത്താൽ അടിയനെ ഒരുക്കിയ എല്ലാ പാതകളിലും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ഇത്രത്തോളം നടത്തി വരുവാൻ ദൈവം ഞങ്ങൾ ഇത്രത്തോളം കൃപ നൽകി. എന്നെ ഈ ചാനലിലേക്ക് ക്ഷണിച്ച പ്രിയ ദേവദാസനും പ്രിയ കുടുംബത്തിനും അവരുടെ കൂട്ടായ്മയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തകരും ഓർത്ത് ഈ സമയം ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2025 നമ്മളെ വിട്ട് കടന്നുപോയി. ഈ ഒരു പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിന്റെ കരം കൂടെയുണ്ട്. പഴയതുപോലെയല്ല. പുതിയൊരു ആത്മീയ പുതുക്കത്തിൽ നമ്മെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഷൈജു യോഹന്നാൻ എന്നാണ്. ഞാനായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽച്ചൂള എന്നുള്ള ഒരു ദേശത്ത് നിന്നാണ്. നിങ്ങൾ എത്ര പേർ കേട്ടു അല്ലെങ്കിൽ എത്ര പേർക്ക് അറിയാമെന്നോ എനിക്ക് അറിയത്തില്ല. ചെങ്കൽച്ചൂള എന്ന് പറയുന്ന ദേശം ഒരു കാലത്ത് ഗുണ്ടകൾക്കും കൂലിത്തല്ലിനും കൊട്ടേഷൻ ടീമിനും വളരെ പ്രസിദ്ധിയായിരിക്കുന്ന ഒരു ദേശമായിരുന്നു ചെങ്കൽച്ചൂള എന്ന് പറയുന്നത്. ആ ചെങ്കൽച്ചൂളയിലാണ് ഞാൻ ജനിച്ചു വളർന്നതും ഇപ്പോൾ ആയിരിക്കുന്നതും. എനിക്കിപ്പോൾ 46 വയസ്സുണ്ട്. ഞാൻ വിവാഹിതനാണ്. 2 ആൺകുഞ്ഞുങ്ങളുടെ പിതാവാണ്. മൂത്ത മകൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ +2 പഠിക്കുന്നു. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് യേശു എന്താണെന്നും അല്ലെങ്കിൽ ബൈബിൾ എന്താണെന്നും ഞാൻ അറിയുവാനിടയായത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. കൂലിപ്പണിക്കാരായിരുന്നു എൻ്റെ പിതാവും മാതാവും. എൻ്റെ പിതാവ് തികച്ചും ഒരു മദ്യപാനിയായിരുന്നു. കോൺക്രീറ്റ് ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. എൻ്റെ അമ്മയും അന്നത്തെ കാലത്തിൽ സ്ത്രീകളും പുരുഷന്മാരോട് ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവും മാതാവും കൂടെ കൂലിപ്പണിക്ക് പോയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. എന്നാൽ ആ കാലത്തിൽ, അതായത് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പേ, പട്ടിണിയുടെയും പരിതാപത്തിന്റെയും ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിലും സത്യദൈവത്തെ അറിയാതെ വണ്ണം ഞങ്ങൾ മിഥ്യാമൂർത്തികളെ ആരാധിക്കുകയും ഒരു നാമധേയ ആലയത്തിൽ ഞങ്ങൾ പോകുകയും ചെയ്യുകയായിരുന്നു പതിവ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പാളയം വലിയ കത്തോലിക്ക ആർസി എന്നൊരു ചർച്ചുണ്ട് പാളയം ജംഗ്ഷനിൽ. അവിടെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നേരെ 2 സഹോദരിമാരുണ്ട്. മൂത്ത 2 സഹോദരിമാരുടെ ഇളയതാണ് ഞാനെന്ന് പറയുന്നത്. ആ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് ഞങ്ങൾ പോകുമ്പോഴാണ്
എൻ്റെ മാതാവിന് ഒരു വലിയൊരു അസുഖം പിടിപെടുവാനിടയായി തീർന്നു. എനിക്ക് 10 വയസ്സുണ്ട്. എൻ്റെ നേരെ മൂത്ത 2 ചേച്ചിമാരാണ്. തികച്ചും മദ്യപാനിയായ ഒരു പിതാവ് മക്കളുടെ ഭാവി എങ്ങനെയായി തീരുമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയോ ഉത്കണ്ഠയോ ഒന്നുമില്ലാത്ത ഒരു തികഞ്ഞ പക്വതയില്ലാത്ത ഒരു പിതാവ്, എന്നാൽ അതിനേക്കാൾ ഉപരി മക്കളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ആകാംക്ഷയോടെ കാത്തിരുന്ന മാതാവിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം പിടിപെടുമ്പോഴുള്ള അവസ്ഥ നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലെ? ഞാൻ ഇതിനോടുകൂടി തന്നെ ഞങ്ങൾ പാർത്തിരുന്ന ദേശത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക്, കൊട്ടേഷൻ സംഘങ്ങൾക്കും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിവ് കൊടുത്തിരുന്ന ഒരു ദേശമാണ് ചെങ്കൽച്ചൂള എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർ അതിനെ മുതലെടുക്കുകയും അന്ന് നമ്മുടെ AK ആന്റണി സാറിന്റെ, കരുണാകരൻ സാറിന്റെ കാലഘട്ടമായിരുന്നു 1980-85 കാലഘട്ടം, 90-നടുത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ചെങ്കൽച്ചൂള ഇന്നത്തെ പോലുള്ള ചെങ്കൽച്ചൂള, അന്നത്തെ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞാൽ ഇരുചേരി വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുകയും രാവും പകലും അന്ന് പാർത്തിരുന്ന ഞങ്ങളുടെ ദേശത്തെ ജനനിവാസികൾക്ക് സ്വസ്ഥതയോ സമാധാനമില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആ സമയം പാർത്തിരുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളുടെ ദേശത്ത് സുവിശേഷം എന്താണെന്നോ, യഥാർത്ഥ സുവിശേഷം അത് എങ്ങനെയാണോ എന്തെന്നോ ഞങ്ങൾക്ക് അറിയാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആറ്റുകൽ പൊങ്കാലയ്ക്ക് പൊങ്കാല സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകും. വെട്ടുകാട് പള്ളിയിൽ മറ്റുള്ള എല്ലാ പൂജാകർമ്മങ്ങൾക്കും പങ്കെടുക്കും. അങ്ങനെ മിഥ്യാമൂർത്തികളായിരിക്കുന്ന, അന്ന് മിഥ്യാദേവന്മാരായിരിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പോയി കുമ്പിടുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ലോകപ്രകാരം ജീവിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു തെല്ലും സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. 1990-ന്റെ കാലഘട്ടത്തിൽ ചെങ്കൽച്ചൂളയിൽ വലിയ പ്രശ്നങ്ങൾ, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ സത്യസുവിശേഷം ചെങ്കൽച്ചൂളയിൽ മുഴുവൻ കേട്ടിട്ടില്ലാത്ത ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ രക്ഷയുടെ സന്ദേശം അറിയുവാനിടയായി തീർന്നത്. എങ്ങനെയാണ് രക്ഷയുടെ സന്ദേശം അറിയുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ മാതാവിന് യൂട്രസ് സംബന്ധമായ ഒരു രോഗം പിടിപെട്ടു. യൂട്രസ് സംബന്ധമായ രോഗം പിടിപെട്ടപ്പോൾ മക്കളെ കുറിച്ചുള്ള വലിയ ആശങ്കയിൽ അങ്ങനെ കഴിയുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ചെങ്കൽച്ചൂളയിൽ 2-3 ഫാമിലി മാത്രമായിരുന്നു ഈ രക്ഷയുടെ സന്ദേശം ഈ പെന്തക്കോസ്തു വിഭാഗത്തിലുണ്ടായിരുന്നത്. എൻ്റെ അറിവിൽ ഒരു 2-3 ഫാമിലി ആയിരുന്നു. ഒരു ഫാമിലി തീറ്റും വിശ്വാസിയും, മറ്റുള്ള ഒരു ഫാമിലി നമ്മുടെ പ്ലാമൂട് PMG ജംഗ്ഷന് സമീപം പ്ലാമൂട് തേക്കുമൂട് എന്നുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനടുത്ത് മുളവന ദൈവസഭ എന്നുള്ള ഒരു ചർച്ചുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ ചർച്ച്. ആ ചർച്ചിൽ പോകുന്ന 2 ഫാമിലി ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ മാത്രമായിരുന്നു യഥാർത്ഥ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന ഒരു കുടുംബം. ഈ കുടുംബം താമസിച്ചിരുന്ന ഭവനത്തിന്റെ മുൻപിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ പപ്പയും അമ്മയും 2 സഹോദരിമാരും പാർത്തിരുന്നത്. ആ കാലഘട്ടത്തിലാണ്, ആ സമയത്താണ് അമ്മയ്ക്ക് ഇങ്ങനെ രോഗം പിടിപെട്ടത്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, 3 മക്കളുടെ ഭാവി എന്തായി തീരുമെന്ന് അറിയത്തില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണം സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്കയിൽ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ താമസിക്കുന്ന മാതാവ് അവർ പോകുന്ന പള്ളിയിലെ ദൈവദാസനെ വിളിച്ചു ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനായി വന്നു. അന്ന് വരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന, പെന്തക്കോസ്ത് അനുഭവത്തിന്റെ പ്രാർത്ഥന എന്താണെന്നോ, ഒരു പാസ്റ്റർ എന്താണെന്നോ, ഒരു ദൈവദാസൻ എന്താണെന്നോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം
ആ ആ ദേവദാസൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയും ഞങ്ങളോട് സുവിശേഷം പങ്കിടുകയും പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ മാതാവിന്റെ ഈ രോഗം പിടിപെട്ട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഈ ദേവദാസൻ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ആ സഭ മുഴുവൻ ഒന്നടങ്കം എന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ദൈവദാസന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ രക്ഷയിലേക്ക് വിളിക്കുവാൻ തക്കവണ്ണം ആ രോഗം ഒരു മുഖാന്തരമായി, ആ രോഗത്തിന് ദൈവം സൗഖ്യം നൽകി ഞങ്ങൾ ആ രക്ഷാമാർഗം അറിയുവാനിടയെ തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിന്റെ ആ വിവരം അറിഞ്ഞിട്ടും യേശു അവിടെ മൗനമായിരുന്നു. എന്നാൽ 4 ദിവസം കഴിഞ്ഞ് യേശു ആ ഭവനത്തിൽ സന്ദർശിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെതായ ചില പദ്ധതികളുണ്ട് തൻ്റെ മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ മാതാവിന്റെ രോഗം ഞങ്ങൾക്ക് ഒരു രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവ് രക്ഷയിലേക്ക് വന്നു. എൻ്റെ 2 സഹോദരിമാരും 10, 12, 13 വയസ്സുള്ള സഹോദരിമാരാണ്. അവരും ഞങ്ങൾ ഒരുമിച്ച് സൺഡേ ക്ലാസ്സിന് പോവുകയും പരിചയമില്ലാത്ത ആ സഭയിൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഞങ്ങൾ കാലുവെക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ പിതാവ് അപ്പോഴും തീർത്തും ഒരു മദ്യപാനിയായിരുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാതെ രാത്രി ജോലി കഴിഞ്ഞ സമയത്ത് കയറി വന്ന് പ്രിയ മാതാവിനെ ഉപദ്രവിക്കുകയും വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന സമാധാനമില്ലാത്ത രാത്രികൾ പലപ്പോഴും ഞങ്ങൾ ഉറക്കമിഴിഞ്ഞിരുന്ന് സമാധാനമില്ലാത്ത രാത്രിയിൽ സമാധാനത്തെ അന്വേഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം വലിയൊരു മാറ്റം ഞങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ സഭയുടെ പ്രാർത്ഥന അതിന് വലിയൊരു മുതൽക്കൂട്ടായി തീർന്നു. മാതാവ് സഭയിൽ മാതാവും ഞങ്ങളും കുഞ്ഞുങ്ങളായിരിക്കും ഞങ്ങളും സഭയിൽ ചെല്ലുകയും മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച സഭ ഞങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്തു. അന്ന് മുതൽ പ്രിയ മാതാവിന്റെ പ്രാർത്ഥന വിഷയം എൻ്റെ പിതാവിനെ കുറിച്ചായിരുന്നു. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പെട്ടെന്നൊരു ദിവസം ജോലിക്ക് പോയ പ്രിയ പിതാവ് വഴിയിൽ മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത ഞങ്ങൾ അറിയുവാനിടയെ തീർന്നു. എൻ്റെ ഒരു സഹോദരൻ ചെന്ന് ആ പിതാവിനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ പിതാവ് മദ്യപിച്ച് വഴിയിൽ ബോധമില്ലാതെ കിടക്കുകയും ആരൊക്കെയോ മർദ്ദിച്ച് അവശയാക്കി ബോധമില്ലാതെ കിടക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയെ തീർന്നു. പിതാവിനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും പിതാവിനോട് പിറ്റേന്ന് പ്രഭാതത്തിൽ ആയപ്പോൾ എൻ്റെ പിതാവിന് വലിയൊരു പശ്ചാത്താപം ഉണ്ടായി. അടുത്ത ഞായറാഴ്ച മുതൽ അടുത്ത സൺഡേ മുതൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയിൽ അംഗമാകുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് സ്നാനപ്പെട്ടു, മാതാവ് സ്നാനപ്പെട്ടു, എൻ്റെ സഹോദരിമാർ 2 പേരും സ്നാനപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ചെങ്കൽച്ചൂളയാണ്. എനിക്ക് 10 വയസ്സ് 14 വയസ്സ് കഴിഞ്ഞത് 12, 13, 14 വയസ്സേ ഉള്ളൂ. എൻ്റെ യൗവന പ്രായത്തിലേക്ക് ഞാൻ കാലുവയ്ക്കുവാൻ പോകുന്നു. എന്തിനും ഏതിനും കുറവില്ലാത്ത ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളന്ന് പാർത്തിരുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മുമ്പിൽ എന്ത് വെച്ച് നീട്ടിയാലും അത് അനുഭവിക്കുവാൻ കഴിയുന്ന പാകമായിരിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ഞാൻ അന്നായിരുന്നത്. പതിയെ ഞാൻ എൻ്റെ കൂട്ടുകെട്ടിൽ തന്നെ, ഞാൻ കൂട്ടുകാരെ വഴി പറയുന്നതല്ല, അന്നത്തെ ചോരത്തിളപ്പിൽ എൻ്റെ പപ്പയും അമ്മയും എൻ്റെ സഹോദരങ്ങളും വിശ്വസിച്ച് അടിയുറച്ചു പോകുന്ന ആ പ്രമാണവുമായിട്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയാതെ വന്നു. ആലയത്തിൽ പോകും, പെന്തക്കോസ്ത് അനുഭവത്തിലാണ് ജീവിക്കുന്നത്. പപ്പയും അമ്മയും വിശ്വാസിയാണ്, സഹോദരിമാർ സ്നാനപ്പെട്ട് വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇതുമായിട്ട് മുന്നോട്ട് ജോയിൻ ചെയ്തു പോകുവാൻ എന്നെ ലോകത്തിന്റെ സ്നേഹം അനുവദിച്ചില്ല. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഒരു
ഒരു ദിവസം ഒരു ക്രിസ്മസ് രാത്രി, ഒരു ന്യൂ ഇയർ രാത്രിയിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. മദ്യം കഴിച്ച് എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ മദ്യം കഴിച്ച് ആരംഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ 12-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ ഉദര സംബന്ധമായിട്ടുള്ള രോഗം എനിക്ക് പിടിപെട്ടു. 12-ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമുള്ള രോഗം പിടിപെട്ടു. എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എന്നെ വാർഡിലല്ല അഡ്മിറ്റ് ചെയ്തത്, ICUവിലാണ് അഡ്മിറ്റ് ചെയ്തത്. ICUവിൽ അഡ്മിറ്റ് ചെയ്തു എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാൻ കടന്നുപോയത്. പക്ഷേ ഡോക്ടർമാർ എത്ര വിചാരിച്ചിട്ടും അതിന്റെ റിസൾട്ട്, അതിന്റെ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ ഒരാഴ്ച ഞാൻ ICUവിൽ അഡ്മിറ്റ് ആയിരുന്നു. വലിയൊരു വേദനയോട്, ഉദര സംബന്ധമായിട്ടുള്ള അസുഖം വന്ന് എന്നെ വലിയ വയറുവേദനയിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വാവിട്ട് നിലവിളിക്കുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഈ വിഷയം സഭയിൽ അറിയിക്കുകയും സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും ചെയ്തു. സഭ അന്ന് എന്നോടൊരു എന്നോടല്ല, എൻ്റെ മാതാവിനോട് ഒരു സഭ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മകൾ ആ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മകനായി തീരുമെന്നൊരു ആലോചന പറയുവാനിടയിൽ. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ICUവിൽ അഡ്മിറ്റാണ്, ICUവിൽ കിടക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ച ദൈവദാസനാണ് പറഞ്ഞത്, മരണക്കിടക്കയിൽ കിടക്കുന്ന എന്നെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കുന്ന കാര്യമാണ്. 12-ാമത്തെ വയസ്സിലാണ് ആലോചന കേട്ടത്. 12-ാമത്തെ വയസ്സിൽ ഞാൻ ആലോചന കേട്ടു. ദൈവസഭയുടെ പ്രാർത്ഥന മുഖാന്തരം 118-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയിരിക്കുന്നത് പോലെ യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. മരണത്തിന് വിട്ടുകൊടുക്കാതെ വണ്ണം വാഗ്ദത്തം കേട്ട ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയോ അല്ലെങ്കിൽ അത് കേട്ടാൽ എനിക്ക് ഗ്രഹിക്കുവാൻ പറ്റാത്തതായിരിക്കുന്ന പ്രായത്തിലാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ ICUവിൽ നിന്ന് പൂർണ്ണ സൗഖ്യത്തോടെ പുറത്തു വന്നു. പക്ഷേ എൻ്റെ പ്രായം എന്നെ ദൈവവുമായിട്ട് യോജിച്ചു പോകുവാൻ എന്നെ അനുവദിച്ചില്ല. എൻ്റെ പ്രായം എന്നെ ദൈവമായിട്ട് യോജിച്ചു പോകുവാൻ എന്നെ അനുവദിച്ചില്ല. ഞാനൊരു 14 വയസ്സ് 15 വയസ്സ് കഴിയുമ്പോൾ തന്നെ മദ്യപാനം ആരംഭിക്കുവാനിടയായി തീർന്നു. മദ്യപാനം മാത്രമല്ല, ലഹരിക്ക് ഞാൻ പതിയെ പതിയെ അടിമയാകുവാൻ തുടങ്ങി. എനിക്ക് സിഗരറ്റ് വലി, പുകവലി, ഇങ്ങനെ വലിയൊരു ലോബിയിലേക്ക് ഞാൻ പതിയെ പോകുവാനിടയായി തീർന്നു. കൊള്ളയ്ക്കും കൊലപാതകത്തിനും ആക്രമണത്തിനും അടിപിടിക്കും വളരെ പേര് കേട്ട ഒരു ദേശമാണ് ചെങ്കൽച്ചൂള എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ ദേശത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. 1990-ൽ ഞങ്ങൾ ഈ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലീസുകാരുടെ തെറിവിളിയും ചേരിതിരിഞ്ഞുണ്ടാകുന്ന സംഘട്ടനത്തിലൂടെ ഉണ്ടാകുന്ന അന്നത്തെ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്മാരുടെ തെറിവിളിയും കേട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. എയർബോംബും സ്ഫോടനവും വാള് കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഇങ്ങനെ വലിയൊരു തലത്തിലൂടെ ചെങ്കൽച്ചൂള പോയിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ പോലീസുകാർ ഞങ്ങളുടെ വീടുകളൊക്കെ കയറി ഇറങ്ങി പോലീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ മാതാപിതാക്കന്മാർ നിലവിളിക്കുമെന്ന്, കർത്താവേ അല്ലെങ്കിൽ ദൈവമേ, അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് അവർ വിളിക്കുന്നുണ്ട്, ഇതിനെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമേ. ഞങ്ങളുടെ അടുത്ത തലമുറ ഇങ്ങനെ ഒരു അനുഭവത്തിൽ പോകാതെ അടുത്ത തലമുറ പൂർണ്ണമായിട്ട് നല്ലൊരു സമാധാനം, നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പോകണമേ. അന്നത്തെ തലമുറ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ജനറേഷനിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് എൻ്റെ പ്രായവും എൻ്റെ ചോരത്തിളപ്പും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പിതാവും മാതാവും സഹോദരിമാരും എടുത്ത പെട്ടവുമായിട്ട് മുന്നോട്ട് പോകുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ പതിയെ പതിയെ മദ്യപാനത്തിന് അടിമയായി പോകുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കണം, പതിയെ പതിയെ ഞാൻ ലഹരിക്ക് അടിമയായി പോകുവാനിടയായി തീർന്നു. 15-ാം വയസ്സിൽ ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടു. ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. 1995 ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് ചേരുവാനിടയായി തീർന്നു. അങ്ങനെ ജോലിക്ക് ചേർന്ന് പോകുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും മദ്യപാനത്തിന് അടിമയായി പോകുവാനിടയായി തീർന്നു. ഒത്തിരി സഹോദരന്മാരുടെ ഇടയിൽ വലിയ കേസുകൾക്ക് ഞാൻ പോയില്ലെങ്കിൽ പോലും അവരോട് കൂടെ ഞാൻ പോയി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത നിഴല് പോലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. 93-94 കാലഘട്ടം വന്നപ്പോൾ എൻ്റെ പിതാവും മാതാവും അവർ ശുശ്രൂഷ ഏറ്റെടുത്തു. 94-95 വന്നപ്പോൾ അവർ ശുശ്രൂഷ ഏറ്റെടുത്ത് അവരായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലായിരിക്കുമ്പോൾ ഞായറാഴ്ച തോറും ഞാൻ ആരാധനയ്ക്ക് പോകാതെ
ഞാൻ മദ്യപിച്ച് കൂട്ടുകാരുമൊത്ത് നടക്കുമായിരുന്നു. മദ്യപിച്ച് കൂട്ടുകാരുമൊത്ത് നടന്ന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമായിരുന്നു. അർദ്ധരാത്രിയിലേക്ക് വീട്ടിൽ കയറി വരും. അർദ്ധരാത്രി വീട്ടിൽ കയറി 12 മണിക്കും 1 മണിക്കും വീട്ടിൽ കയറി എന്നോട് ചോദിക്കുവാൻ ഇവർക്ക് വലിയ എന്ത് പറയാം, എന്നോട് എന്തിനാ മദ്യപിച്ചതെന്നോ എന്തിനാ പുകവലിച്ചതെന്നോ ചോദിക്കാനെന്ന ധൈര്യം എൻ്റെ പിതാവിനും മാതാവിനും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ മദ്യപിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ രാത്രി 1 മണിയായിരുന്നു. വീട്ടിലേക്ക് കയറി വന്ന പിതാവിന്റെ നേരെ ഞാൻ ഹൂങ്കാരത്തോടെ സംസാരിച്ചു. അന്ന് ഞാൻ അവിടെ അന്തി ഉറങ്ങി. പിന്നെ ഞാൻ എഴുന്നേറ്റ് എവിടെയാണ് കിടന്നത് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അത് ഒരു ദിവസമായിരുന്നു. ഇങ്ങനെ പലതവണ പല അനുഭവത്തിലൂടെ ഞാൻ പോകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നാൽ എങ്ങനെയാണ് ഈ ഈ ലേബലിൽ നിന്ന് ഞാൻ പാസ്റ്റർ ഷൈജു യോഹന്നാൻ എന്ന ലേബലിലേക്ക് വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ പത്രോസിനെ അവർ കാരാഗൃഹത്തിൽ അടച്ചു, ആമത്തിൻ ചങ്ങലയിട്ട് പൂട്ടി, 4 ചേവകരുടെ തടവിൽ അവരെ ആക്കി. ഈ തടവിലാക്കുമ്പോഴും പത്രോസ് സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രോസിനോട് യേശു പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനും നീ എന്റെ ആടുകളെ മേയ്ക്കുന്നു, നീ വായിച്ചു ചെന്നവനാണ്, നീ ആരാ കിട്ടുവാനിടയായി തീരും. ഈ വാഗ്ദത്തം അവന്റെ മേലുണ്ടായിരുന്നു. വാഗ്ദത്തമുള്ള ഒരു ജനറേഷനെ, വാഗ്ദത്തമുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ഭക്തനെ ഒരു പിശാചിന് ഒരിടത്തും ഒതുക്കുവാൻ കഴിയത്തില്ല. പിശാച് ഒരിടത്തും ഒതുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഈ മുന്നോട്ട് പോകുമ്പോഴെല്ലാം എൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്, ശുശ്രൂഷയുടെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഇങ്ങനെ പോകുമ്പോഴൊക്കെ എൻ്റെ മദ്യപാനത്തിന്റെ ആസക്തി കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും എൻ്റെ മാതാവ് എന്നോട് പറയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നോട് പറയത്തില്ല നീ മദ്യം കഴിക്കരുതെന്ന്. അവർക്ക് ഞാൻ മദ്യം കഴിക്കുന്നത് ഇഷ്ടമാണെന്നല്ല, മറിച്ച് എന്നോട് പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാളോട് അവർ ഈ വിഷയം പറയുവാനിടയായി തീർന്നു. ഒരു വ്യക്തിയോട് ഈ വിഷയം അവർ സംസാരിക്കുവാനിടയായി തീർന്നു. അതാരാണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട്. ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. ഞാൻ മദ്യം കഴിച്ച് വീട്ടിലേക്ക് വന്ന് നേരമില്ലാതെ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ 5 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് എൻ്റെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ നിസ്സാരമായി കണ്ടിരുന്നു. പലതവണ ബൈബിളിനെ കുറിച്ച് ഞാൻ അവരോട് തർക്കിച്ചിട്ടുണ്ട്. പള്ളിയൊക്കെ ബൈബിളൊക്കെ അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ലോകത്ത് ആരും സ്വർഗത്തിൽ പോകുവാൻ പറ്റുകയില്ല, ആരും പൂർണ്ണതല്ല എന്നുള്ള ഒരു നിലപാടിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ആശയങ്ങൾക്കും എൻ്റെ തർക്ക വിഷയങ്ങൾക്കും ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, തടവിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഉറക്കം വിളിച്ചിരുന്നപ്പോൾ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ആമത്തിന്റെ ചങ്ങല അഴിഞ്ഞു പോകുവാൻ ഇടയായതുപോലെ എന്നെ കെട്ടിയിരുന്ന ആ പൈശാചിക ഇരുട്ടിന്റെ അന്ധകാര ശക്തികൾ എന്നിൽ നിന്ന് അഴിഞ്ഞു പോയതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു അടിയുറച്ച നിലപാടിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ അതിനൊരു ഉപകരണം ഉണ്ടായിരുന്നു, പൂർവികന്മാരുടെ പ്രാർത്ഥന, തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സാക്ഷ്യത്തിലൂടെ പറയുന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല. ഒരു വല്ലാത്ത ദേഷ്യവും കോപവും പ്രാകൃതമുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ഈ അനുഭവ സാക്ഷ്യങ്ങളിൽ നിൽക്കെ തന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം പറഞ്ഞിട്ട് ഞാൻ മുന്നേ അടുത്ത സിറ്റുവേഷനിൽ പോകുക. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ആളെയാണ് ഞങ്ങൾ ഒരു ടീം മിനിസ്ട്രി ചെങ്കച്ചുള്ള യേശുവിന്റെ ടീം. ആ ടീമിന്റെ കോർഡിനേറ്ററായിട്ട് ചെയ്യുന്ന ദൈവം ഒരു ലീഡറായി ദൈവം നിയോഗിക്കുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണം, 2001, 2002, 2003 കാലഘട്ടത്തിൽ ഞാൻ തീർത്തും ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചു. പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ കുടുംബം ആലയത്തിൽ പോകുമ്പോൾ ഞാൻ മദ്യവെച്ച് തെക്കും വടക്കുമായി നടക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
കഞ്ചാവിനും മറ്റുള്ള എല്ലാ ലഹരികൾക്കും കേളി കേട്ട ഒരു ദേശമാണ് ചെങ്കച്ചുള്ള. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഞായറാഴ്ച തോറും രാവിലെ 10 മണിക്ക് എൻ്റെ കുടുംബം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ കാണുവാനിടയായി തീരും. എന്നാൽ ആ ഞായറാഴ്ച തോറും ആരാധന കഴിഞ്ഞ് എൻ്റെ പപ്പയും ഞാൻ എന്നോട് വന്ന് സങ്കടത്തോടെ എന്നെ നോക്കുമായിരുന്നു. കാരണം എന്നിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടുന്നല്ലോ എന്നുള്ള ഒരു തലത്തിലായിരുന്നു അവരുടെ നിസ്സഹായമായ അവസ്ഥ. പ്രിയരെ, എന്നാൽ പോലും എന്നോട് ഒരു ദിവസം പോലും എന്നോട് ദേഷ്യപ്പെടുകയോ പരാതി പറയുകയോ ചെയ്യാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തോട് അവർ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പതിയെ പതിയെ ഞാൻ മാറിയതല്ല. പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ ദേശത്ത് തന്നെ ഒരു കൺവെൻഷൻ നടന്നു. 2003 ദേശത്തൊരു കൺവെൻഷൻ നടന്നു. അന്ന് ദൈവജനം സംസാരിക്കുന്ന ദൈവദാസന്റെ ആ വചനം എന്നെ ഒരു വല്ലാതെ ഉടക്കി. ഞാൻ യാദൃച്ഛമായിട്ടാണ് ആ കൺവെൻഷൻ സ്റ്റേജിൽ ഞാൻ പ്രസംഗം കേൾക്കുവാനിടയായി തീർന്നത്. ഞാൻ അങ്ങനെ ദൈവജനം കേൾക്കുവാൻ ഞങ്ങളുടെ ചെങ്കച്ചുവിളയിൽ 90 മുതൽ സുവിശേഷത്തിന് വലിയൊരു ഉണർവുണ്ടാകുവാനിടയായി തീർന്നു. കൺവെൻഷന് പോകും, പാട്ട് കേൾക്കും, വചനം കേൾക്കും, അതൊക്കെ നല്ലതാണ്. എൻ്റെ പപ്പയും അമ്മയും പള്ളിയിൽ പോകുന്നത് കൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പള്ളിയിൽ എനിക്ക് അങ്ങനെ അതുമായിട്ട് ഉൾക്കൊള്ളുവാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ കൺവെൻഷന് ഞാൻ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉടക്കിയിരുന്ന ചില ചോദ്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി അറിയിക്കുന്നത് പോലെ എനിക്ക് തോന്നുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ആ കൺവെൻഷന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന ഒരു കാര്യം മനസ്സിലായി. ശ്രദ്ധിക്കണം, 2003 നടന്ന സംഭവമാണ്. ഞാൻ എന്ത് ചെയ്തു? അന്നേ രാത്രി ആരോടും പറയാതെ തന്നെ യേശുവിനെ എനിക്കൊന്ന് സ്വീകരിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അടുത്തുള്ള ആലയത്തിൽ ഞായറാഴ്ച തോറും പോകുവാനിടയായി തീർന്നു. ഞാൻ വിവാഹിതനല്ലായിരുന്നു. ആ ദിവസങ്ങളിൽ എനിക്ക് ഈ വിവാഹം ആലോചിക്കുവാനിടയായി തീർന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുമായി ഈ തീരുമാനം എടുത്ത ശേഷം ഞാൻ മദ്യപാനം അധികം നിർത്തുവാനിടയായി തീർന്നു. എനിക്ക് സ്മോക്കിംഗ് ചെയ്യാത്ത ഒരു ദിവസം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ എങ്ങനെയോ കടിച്ചു പിടിച്ച് അതിനെ ഞാൻ നിർത്തിവെച്ചു. മദ്യപാനം നിർത്തിവെച്ച് 2 ദിവസം നിർത്തിവെച്ച് അടുത്ത എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിനായിട്ട് ഞങ്ങള് തിരുവനന്തപുരത്ത് ഒരു ദേശത്തേക്ക് പോയി. ശ്രദ്ധിക്കണം, ആ ദേശത്തേക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എങ്ങനെ വീട്ടിൽ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. സാധാരണ കല്യാണം കൂടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കുമെന്ന്. ഞാൻ എങ്ങനെ വന്നതെന്ന് ഓർമ്മയില്ല. ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ നേരെ കരയുവാനിടയായി തീർന്നു. നീ വീണ്ടും മദ്യം കഴിച്ചു തുടങ്ങി. കാരണം ഞങ്ങൾക്കത് മദ്യം ഉപേക്ഷിക്കുന്നത് ഏറ്റവും വലിയ പാടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏത് സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മദ്യം വേണം. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച എൻ്റെ അനുഭവം പറയുന്നത്. പക്ഷെ ആ എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഏറ്റവും ഒടുവിൽ മദ്യം കഴിച്ചതും ലഹരിക്കടിമയായതും അന്നേ ദിവസമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ദൈവത്തോട്, എൻ്റെ പിതാവിനോടും മാതാവിനോടും ക്ഷമ പറയുവാനിടയായി തീർന്നു. ഞാൻ അങ്ങനെ രക്ഷാമാർഗത്തിൽ വരുവാനിടയായി. രക്ഷാമാർഗത്തിൽ വന്നു ഞാൻ സ്നാനപ്പെട്ടു. പ്രിയരെ, അതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. കൂട്ടുകാരുമായിട്ട് ചേർന്ന് പുറത്തു പറയുവാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രഹസ്യമായും പരസ്യമായിട്ടും ചെയ്തുകൂടാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ഇന്ന് പുറംപറമ്പിൽ കിടന്ന കൽപാത്രത്തിൽ യേശുവിൻ്റെ ക്ഷണനത്തോടുകൂടി അകത്ത് വന്ന് അതിനകത്ത് മേൽത്തരമായ വീഞ്ഞ്, മധുരമേറിയ വീഞ്ഞ് പകർന്നതുപോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും എന്നെ പൂർണ്ണമായിരിക്കുന്ന ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണെന്ന് ഞാൻ ഈ സമയം വിശ്വസിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവനെ അപഹരിക്കുവാൻ ശത്രു നോക്കുവാനിടയായി തീർന്നു. ആ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് വാഗ്ദത്തം നൽകുവാനിടയായി തീർന്നു. നൈൽ നദിയിൽ കിടന്ന മുതലക്കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി തീരേണ്ട മോശക്കുഞ്ഞിന് ദൈവം വാഗ്ദത്തം നൽകിയതുപോലെ ദൈവം എനിക്ക് വാഗ്ദത്തം നൽകുകയും എന്നെ പിന്നാലെ അനുഭവത്തിലേക്ക്, രക്ഷയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. 2006 ഞാൻ വിവാഹിതനായി. പക്ഷേ ഞാൻ വേലക്കിറങ്ങിയില്ല. ഞാൻ ലോകപ്രകാരവും വെറുതെ പള്ളിയിൽ പോകുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ചില അസ്വസ്ഥതകൾ മാനസികമായ എൻ്റെ ജീവിതത്തിൽ
നേരിടുവാൻ ഇടയായി തീർന്നു. നേരിട്ടപ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഭാര്യയോടും പറയാതെ ഞാൻ എന്ത് ചെയ്തു? സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഭാര്യയോട് പറയാതെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. 2010 ഞാൻ ഒരു ബൈബിൾ ക്ലാസ്സിൽ എൻ്റെ ഒരു സഹോദരൻ മുഖാന്തരം ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പോവുകയും ആ സെമിനാരിയിൽ സെമിനാരിൽ പോയി പഠിക്കുകയും അവിടെ നിന്ന് തന്നെ ഞാൻ ഗ്രാജുവേഷൻ എടുക്കുകയും ചെയ്യുവാനിടയായിരുന്നു. ഗ്രാജുവേഷൻ എടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു ശുശ്രൂഷകനായി എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഇല്ലായിരുന്നു. എന്നാൽ ചെങ്കൽച്ചൂളയിൽ തന്നെ നൂന്ത്യ ദൈവസഭയുണ്ട്. ആ ദൈവസഭയിൽ അംഗമായിരിക്കും ദേവദാസൻ തന്നെ എന്നെ ശുശ്രൂഷയിലൂടെ പലതും പഠിപ്പിക്കുകയും 2010 മുതൽ 2019 വരെ ആ സഭയിൽ ഞാൻ ഒരു സഹശുശ്രൂഷകനായി ഇരിക്കുകയും അതിനുശേഷമായി ദൈവം ഒരു നിയോഗം തരികയും സ്വന്തമായി ചില ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മേൽ തരികയും 2020 മുതൽ 2026 വരെ കർത്താവിൻ്റെ വേലയ്ക്കായി ചെങ്കച്ചൂള യേശുവിനെ ടീം എന്നുള്ള പെട്ടകം ചുമക്കുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണം, ഒരു ദിവസം പോലും മദ്യമില്ലാതെ, ഒരു ദിവസം പോലും പുകവലിക്കുവാൻ എന്നെ കഴിയാതിരിക്കുന്ന ഞങ്ങളിലൂടെ അത് അരുത് എന്നുള്ള പ്രമാണം എടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയോഗിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് കുടുംബമായിട്ട് പാറശാല എന്ന ദേശത്ത് സോൾ വിന്നിംഗ് മിഷൻ എന്നുള്ള ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. പ്രിയരെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുവെങ്കിലും പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മറക്കാത്ത ഒരു സംഗതി എന്ന് പറയുന്നത്, മരണം എൻ്റെ മേൽ നിഴലിട്ടപ്പോഴും ആ വാഗ്ദത്തം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ, ഒരുപക്ഷെ എൻ്റെ പിതാവും മാതാവും കേൾക്കുമ്പോൾ മരണം നിഴലിടുമ്പോഴും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമെന്നോ എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണി അതിനകത്ത് നിന്ന് ഉറച്ചു നിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കുവാൻ ഇടയെ തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിന്റെ ഇമ്പമൊന്നും ശാശ്വതമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ചെങ്കച്ചൂള എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ മ്ലേച്ഛതകൾക്കും എല്ലാ വെറിക്കൂത്തുകൾക്കും പേരുകേട്ട ദേശമായിരുന്നു. 90-ന്റെ കാലഘട്ടം വരെ ഞാൻ പറഞ്ഞ് 1989 ഇവിടെ സുവിശേഷം വരുവാനിടയെ തീർന്നത്. ഞങ്ങളുടെ അടുത്തൊരു ഫയർഫോഴ്സ് ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളിലാണ് സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റ് പണിയുന്നതിന് വേണ്ടി അവിടുത്തെ ചെങ്കല്ല് പാകം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്ന ദേശമായിരുന്നു ഞങ്ങളുടെ ചെങ്കൽ ചൂള എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദേശത്തിന് ചെങ്കൽ ചൂള എന്ന് പേരുവാനിടയായി തീർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഗുണ്ടാസങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ദേശം. എന്നാൽ ആ കാലഘട്ടത്തിൽ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ പാവം പിടിച്ച ദേവദാസന്മാർ ഞങ്ങൾ ചെങ്കൽച്ചൂളിൽ വരുവാനിടയായി തീർന്നു. 88, 89, 90 കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ പാവം പിടിച്ച ഉപദേശിമാർ പൊക്കണം സഞ്ചികൾ ട്രാക്റ്റും തൂക്കി പുതിയ നിയമ ബൈബിളുമായി അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പട്ടിണിയുടെയും പരിതാപത്തിന്റെ നടുവിൽ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ഈ ദേശത്ത് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ പ്രാർത്ഥനകൾക്കും ദൈവം കണക്കിലെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ദേശത്ത് ഏകദേശം 12ഓളം ദൈവസഭയുണ്ട്. 3 ടീമിന്റെ മിനിസ്ട്രികളുണ്ട്. 10-40ഓളം സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതിനും തയ്യാറായിരിക്കുന്ന യവനക്കാർ ഞങ്ങളുടെ ചെങ്കൽച്ചൂളയിലുണ്ട്. അത് പറഞ്ഞതിന്റെ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇരുട്ട് നിറഞ്ഞ ദേശം എന്ന് ഗലീലയെ വിളിച്ചുവെങ്കിലും അതിനകത്ത് നമ്മുടെ യേശുനാഥൻ കാലുവെച്ചപ്പോൾ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയത്തിനകത്ത് അർദ്ധരാത്രിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ തൻ്റെ ഒരു സ്നേഹിതന് വേണ്ടി മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് 3 അപ്പം വായ്പ ചോദിച്ച സ്നേഹിതന് അവൻ ലജ്ജിക്കാതെ മുട്ടിയത് കൊണ്ട് അവൻ വേണ്ടുമ്പോളം കൊടുത്ത നല്ല ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരുപക്ഷെ നാം വിചാരിക്കുന്നതിനപ്പുറമായി, നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. അതുമല്ലെങ്കിൽ നാം ചിന്തിക്കാത്ത വിഷയത്തിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. അതുമല്ലെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയത്തിൽ
തീർന്നു എന്ന് തോന്നിയിടത്തു നിന്നായിരിക്കും ദൈവം മറ്റൊരു ചരിത്രം ആരംഭിക്കും, പുതിയൊരു അധ്യായം ആരംഭിക്കുന്നത്. ഞങ്ങളെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് തലവേദനയാണ്, നിങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഒരു തലവേദന, എന്തിനാ ഇങ്ങനെ കഴിയണമെന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ബഹുമാനമാണ്. കാരണം ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ വസ്ത്രമല്ല, ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തു നമുക്ക് തന്ന ഉത്സവ വസ്ത്രമാണ്. പ്രിയരെ, മാന്യത ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് മാന്യത നേടിത്തന്നത് ഈ സുവിശേഷമാണ്. നരഭോജിയായിരിക്കുന്ന മനുഷ്യനെ നരസ്നേഹിയാക്കി തീർക്കുവാൻ സുവിശേഷത്തെ കൊണ്ട് സാധിക്കുവാനിടയായി തീർന്നു. മദ്യപാനിയായിരിക്കുന്ന ഞങ്ങളെ തീർത്തും ഒരു പച്ചയായ സ്നേഹമുള്ള മനുഷ്യരാക്കി തീർക്കുവാൻ ഈ സുവിശേഷത്തെ കൊണ്ട് സാധിക്കുവാനിടയായി തീർന്നു. ലോകത്തിലെ ഏത് ശക്തിക്കും ഒരു പക്ഷേ മറ്റേത് കാര്യങ്ങൾക്കും ഒരു 90% അടിവരയിട്ട് അതിന് ഉത്തരം കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കണമെങ്കിൽ അത് സുവിശേഷത്തിന്റെ ശക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഉച്ചസ്ഥലത്തോടെ ധൈര്യത്തോടെ പറഞ്ഞ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏത് മനുഷ്യനെ തികഞ്ഞവനാക്കുവാൻ ഈ സുവിശേഷത്തെ കൊണ്ട് സാധിക്കും. നമുക്കറിയാം, സ്തെഫാനോസിനെ കൊല്ലുവാൻ പൗലോസിന് സമ്മതമായിരുന്നു. വേദപുസ്തകത്തിൽ ദൃശ്യമായിരിക്കുന്ന പൗലൂസ് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഒന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്തെഫാനോസിന്റെ മരണമാണെങ്കിൽ പോലും അദൃശ്യമായിരിക്കുന്ന പല കൊലപാതകങ്ങൾക്കും പൗലൂസ് ശരിവെച്ച് കാണും. എന്നാൽ ഈ പൗലൂസ് തന്നെ പിന്നീട് തന്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തി പറയുകയാണ്, എന്നെയും കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, ക്രിസ്തുവിൽ മനുഷ്യനെ തികഞ്ഞവരാക്കുവാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് അത് സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിലായിരിക്കുന്ന, പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, മറ്റാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, തലമുറകളെ കുറിച്ച് ആകുലപ്പെടുന്നുവെങ്കിൽ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടെ ഇരിക്കുന്നുവെങ്കിൽ, മക്കളുടെ ഭാവി എന്തായി തീരും, മദ്യപാനമാണ് ദൈവദാസന്, ഒരു സമാധാനമില്ല. എന്നാൽ ആ വിഷയത്തിനകത്ത് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയ എന്നെ കേൾക്കുന്ന വിദേശിലായിരിക്കുന്ന മാതാപിതാക്കളെ, അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ എനിക്ക് തന്ന സമയത്തിനകത്ത് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് യഹൂദന്മാരുടെ നടുവിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ. ആ നാമം ഉച്ചരിക്കപ്പെട്ടവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ നാമം ഉച്ചരിക്കപ്പെട്ടവരാരും അപമാനിക്കപ്പെട്ടിട്ടില്ല. ആ നാമം ഉച്ചരിക്കപ്പെട്ടവരാരും തള്ളപ്പെട്ടിട്ടില്ല. ആ നാമം ഉച്ചരിക്കപ്പെട്ടവരാരും കർത്താവ് നശിച്ചു പോയിട്ടില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ദേശത്തെയും വിടുവിച്ചതുപോലെ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, രോഗത്തിന്റെ അവസ്ഥയിലാണോ, സാമ്പത്തിക വിഷയത്തിനകത്താണോ, ഏത് പ്രതിസന്ധിയിലാണോ, അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സുവിശേഷത്തെ കൊണ്ട് സാധിക്കുമെന്ന് ഈ സമയം വിശ്വാസത്തോടെ ഒരു ദൂത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പ്രസംഗിക്കുന്നില്ല. എനിക്ക് നിന്ന് സമയത്തിനകത്ത് ഇരിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ പറഞ്ഞാൽ ഭക്തന്മാരുടെ വിശ്വാസത്തിന് വാക്കിന് വലിയ ശക്തിയുണ്ട്. ഭക്തന്മാരുടെ വിശ്വാസത്തോടു കൂടിയുള്ള വാക്കിന് വലിയ ശക്തിയുണ്ട്. ഒരിക്കലും യേശു ബഥാന്യയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു അത്തിയെ നോക്കി ശപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തിയെ നോക്കി യേശു ശപിച്ചു. അന്ന് സീസൺ അല്ലായിരുന്നു. അത്തിയുടെ സീസൺ അല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ യേശു അത്തിയെ നോക്കുവാനിടയായി തീർന്നു. അതിൽ നിന്നും എന്തെങ്കിലും ഫലം കിട്ടുമോ എന്ന് അന്വേഷിക്കുവാനിടയായി തീർന്നു. സീസൺ അല്ലാത്ത അത്തിയെ യേശു നോക്കിയതുപോലെ സീസൺ അല്ലാത്ത സമയത്തും യേശു നമ്മളെ അടുക്കൽ വരുവാനിടയിക്കുന്നു. എവിടെയായിരുന്നാലും, ജോലി സ്ഥലത്തായിരുന്നാലും, കോളേജിലായിരുന്നാലും, സ്കൂളിലായിരുന്നാലും, ഏത് മേഖലകളിലും ഏത് സമയത്തും ഈ ദൈവം നമ്മളെ
നമ്മളിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചറിയുവാൻ തീരും. എന്നാൽ അതിൽ നിന്ന് ഫലം ഇല്ലാതെ വന്നു എന്ന് തോന്നിയപ്പോൾ യേശു യാത്രയെ നോക്കി ശപിക്കുവാനിടയായി തീർന്നു. നിരൂപകന്മാരും നിരീശ്വരവാദികളും മറ്റുള്ള എല്ലാവരും യേശുവിനെ ചോദ്യം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ വസ്തുത, ഈ സംഭവം നടക്കുന്നത്. എന്തുകൊണ്ട് യേശു സീസൺ ഇല്ലാത്ത സമയത്ത് യേശു ഫലമില്ലാത്ത അത്തിയിൽ നിന്ന് ഫലം തിരയുവാനിടയിച്ചു? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വൃദ്ധന്മാരാണ്, ഭക്തന്മാരാണ്. നമ്മളിൽ ഏത് സമയം ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഏത് സമയത്തും ഒരു ഭക്തൻ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ യേശുവിന്റെ വാക്കിൽ ഫലം കായ്ക്കാത്ത അത്തി ശപിക്കുവാനിടയിൽ തീർന്നു. അതിന് യേശു പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ഇതുപോലെ പറയും, നിങ്ങളിൽ നിന്നും അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. അതിനാധാരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പുറകിൽ ഫറവോന്റെ സൈന്യം ആയുധധാരികളായി വരികയാണ്. മുൻപിൽ ആർത്തിരമ്പുന്ന ചെങ്കൽ, ഇരുവശത്തും ചെങ്കുത്തായ മലനിരകൾ. അവർക്ക് മുൻപിലോട്ടും പിറകിലോട്ടും ഇരുവശത്തേക്കും കടക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന സാഹചര്യം വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിശബ്ദനായി. ഇതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റില്ലായി പോയ അനുഭവങ്ങളുണ്ട്. ഏത് മേഖലകളിൽ, ഒരുപക്ഷെ നമ്മുടെ ഭാവിയിലായിരിക്കാം, മക്കളുടെ ഭാവിയിലായിരിക്കാം, സാമ്പത്തിക വിഷയത്തിലായിരിക്കാം. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ, കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാണ് ഫലത്തിലായിരിക്കുന്ന ദൈവമക്കളോട് ഈ വചനം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വിശബ്ദരായി നിൽക്കുന്ന മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 14:13-14 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. ശ്രദ്ധിക്കണം, ഈ പദം പറഞ്ഞ് ഞാൻ വേഗത്തിൽ എനിക്ക് തന്ന സമയത്തിനകത്ത് വൈൻഡപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ദൈവം ഒരു വലിയൊരു രക്ഷ അല്ലെങ്കിൽ വലിയൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് നാം കാണേണ്ടത്? രണ്ട് തലങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന്, ഭയപ്പെടേണ്ട. ഭയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയെ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഭാവിയെ തടസ്സപ്പെടുത്തുവാൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഭയം എന്ന് പറയുന്നത്. രണ്ട്, അതിന്റെ നടുവിൽ എന്ത് ചെയ്യണം? ഭയം മാറ്റി ഭീരുത്വത്തിന്റെ ആത്മാവിനെ മാറ്റി ഉറച്ചു നിൽപ്പിൻ. ഏതവസ്ഥയിലാണോ, ഏത് പ്രശ്ന സങ്കീർണമായ പ്രതികൂലത്തിന്റെ നടുവിലാണോ, നിരാശയുടെ നടുക്കയത്തിലാണോ, ഒന്നും ചെയ്യാതെ വണ്ണം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നാളെയുടെ ദിവസങ്ങളിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് RCCയിലെ മെമ്പറായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നാളെ മെഡിക്കൽ കോളേജിൽ പോകേണ്ടവരായിരിക്കാം. ഏത് തലങ്ങളിൽ, ഏത് സാഹചര്യത്തിൽ ഒരു ജീർണതയുടെ അവസ്ഥയിലൂടെ പോകേണ്ടവരാണോ നിങ്ങൾ? ദിവസങ്ങളിൽ പരിശുദ്ധാത്മം ചിലരൊക്കെ ആലോചന കൈമാറുകയാണ്. ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പിൻ. ദൈവം നിങ്ങളെ വിളിക്കകത്ത് ഉറച്ചു നിൽപ്പിൻ. നാളുകൾക്കകത്ത് ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയെ ദൈവം കാണിച്ചു തരുവാനിടയായി തീരും. കേൾപ്പിച്ചു തരുവാനിടയായി തീരുമെന്നല്ല, ആരെങ്കിലും പ്രസംഗിച്ച് കാണിച്ചു തരുമെന്നല്ല, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുവാനിടയായി തീരും. ചില വലിയ കാര്യങ്ങൾ, ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം കാണിച്ചു തരുവാനായി പോകുന്നു. ഈ ജോയ്സ് ടിവിയിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2026, 2025 കാണാത്ത വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതലുകൾ വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെ നീ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഒരുമിച്ചിരുന്നു ദൈവം
അനുഭവം പങ്കിടുവാനും സ്വർഗ്ഗം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചിരുന്നു. ഇത് നേതൃത്വം കൊടുക്കുന്ന ദാസനെ ഇരട്ടിയായി അവരുടെ ശുശ്രൂഷ മേഖലകളിൽ എല്ലാ തലങ്ങളിലും ധാരാളമായി അനുഗ്രഹിക്കണം. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അവരുടെ സഭാ ശുശ്രൂഷ പ്രവർത്തന മേഖലകളെല്ലാം അനുഗ്രഹിക്കണം. ദൈവശക്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കായി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ്. ഓക്കെ, ഓക്കെ പാസ്റ്ററെ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.